ഹലോ ഹായ് നമസ്കാരം. തിരുവനന്തപുരത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം ബി.ജെ.പി വൻ വിജയം നേടിയിരിക്കുകയാണ്. സോ നമ്മുടെ ഈ ജനങ്ങൾക്ക് ഈ വിജയത്തെക്കുറിച്ച് എന്ത് പറയണം നമുക്ക് നോക്കാം. അല്ല അത് ഇതുവരെ നടന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ആളുകൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവർ ബി.ജെ.പി അതിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കുമെന്നാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ഒപ്പീനിയൻ. വളരെ മോശമായി 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 കാര്യം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഒരു ബസ് കണ്ടക്ടറിൻ്റെ ആ ഡ്രൈവറെ പ്രശ്നമുണ്ടായി, അത് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായി. അപ്പോൾ അതിലെല്ലാം ജനങ്ങൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ എല്ലാവരും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരെയല്ലേ. പാർട്ടി യാതൊന്നല്ല, നല്ല കാര്യങ്ങൾ ചെയ്താൽ ആരായാലും അവർ അത് അംഗീകരിക്കുകയുള്ളൂ. ഭരണമാറ്റം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബി ജെ പിയുടെ ഭരണം നമ്മൾ എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പോരാത്തതിന് അഴിമതി ഇല്ലാത്ത രീതിയിൽ ഒരു ഭരണം ഉണ്ടായാൽ ജനത്തിന് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ കൗൺസിലർമാരും മറ്റുമൊക്കെ എന്തെങ്കിലും കാശ് ഉണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അത് കംപ്ലീറ്റ് അടിച്ചു മാറ്റുന്ന രീതി ഉണ്ടാവാത്ത രീതിയിൽ ജനത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു ഭരണം ഉണ്ടായാൽ വീണ്ടും വീണ്ടും അവർക്ക് തന്നെ ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടും. ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഇതിൻ്റെ നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് നല്ല രീതിയിലൊന്ന് കൈകാര്യം ചെയ്യണം. ഈ റോഡൊക്കെ ഒരുമാതിരി ചവറും ഇതുമായിട്ട് നടക്കുന്നുള്ളതും, അതേപോലെ നായ് ശല്യം, ഇത് രണ്ടുമാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ള ഓടയെല്ലാം വൃത്തിയാക്കുക. ഈ കൊതുകിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അതൊക്കെയാണ് ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദുർഭരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ളതായിരുന്നു. എല്ലാം ഒരു അഹങ്കാരം. ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങളത് ഇങ്ങനെയാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അത് ജനത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ചെയ്താൽ എല്ലാവരും അംഗീകരിക്കും, രാഷ്ട്രീയം ഏതെന്നില്ലാതെ അംഗീകരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞങ്ങൾ ചെയ്യുന്നതാണ് വലുത്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ, ഒരു അഹങ്കാരത്തിൻ്റെ രീതിയാണ് കഴിഞ്ഞ 5 വർഷം നടന്നത്. അതിനെല്ലാം ഒരു മാറ്റം ജനങ്ങൾ കൊടുത്തതാണിത്. നേട്ടങ്ങളെന്ന് പറയുന്ന 50 സീറ്റ് വാങ്ങിച്ച് അധികാരത്തിൽ വന്ന BJP കോർപ്പറേഷൻ ഇന്നത്തെ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് കോർപ്പറേഷനിൽ. ഇവിടെ ഈ വാർഡ്, പൂജപ്പുര വാർഡ് കുളമാക്കിയ കൗൺസിലറാണ് മേയറാവാൻ നിൽക്കുന്നയാൾ. ഇപ്പോൾ ആ വാർഡിൻ്റെ പേരേത്? കൊടുങ്ങാനൂരിൽ. അയാളാണ് തോന്നുന്നു അവിടെ മേയറാവാൻ വേണ്ടി നിൽക്കുന്നത്. പൂജപ്പുര വാർഡിൻ്റെ ഒരു റോഡും ശരിയല്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കോർപ്പറേഷൻ്റെ കൗൺസിലറുടെ ഭരണത്തിൻ്റെ ഫലം 5 വർഷവും തിരിഞ്ഞു പോലും നോക്കില്ല. അയാളാണ് ഇപ്പം മേയറാവാൻ നിൽക്കുന്നത്. ഒരു കാര്യവും നടക്കും. ഇപ്പം നമ്മൾ കാണുന്നില്ലേ എന്തെല്ലാം വിഷയങ്ങളാണ്. മോഡി വന്ന് ഇപ്പോൾ ഇറങ്ങി ഇവിടെ നഗരസഭ പിടിച്ചെടുത്ത് ഉദ്ഘാടനം ചെയ്ത് എന്തൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഉള്ള തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകളെ പോലും കേന്ദ്രം അംഗീകരിക്കുന്നില്ല, കൊടുക്കുന്ന കാശ് കൊടുക്കൂല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നഗരസഭകളുടെ കീഴിൽ ഒട്ടനവധി തൊഴിലുറപ്പ് പദ്ധതിക്കാരുണ്ട്. അവർക്ക് ആര് കാശ് കൊടുക്കും? ഇതൊക്കെയാണ് ഇവിടുത്തെ പൊതുവായ സ്ഥിതി. നമ്മളൊരു ഭരണമാറ്റം പ്രതീക്ഷിച്ചിരുന്ന സമയമാണ്. അപ്പോൾ അതൊരു വിജയം അവർക്ക് അനിശ്ചയമായിട്ട് കിട്ടിയതാണ്. എന്തായാലും നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് BJP വന്ന് നല്ല രീതിക്ക് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ജനങ്ങൾ മൊത്തം അവർക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വിശ്വാസത്തെ അവർ കാത്തു സൂക്ഷിക്കണം. അത് ഇപ്പോൾ ഉള്ള ഇതിൻ്റെ ഉള്ള വികാരമാണ് ഇതിൻ്റെ ചേഞ്ച് വരുത്താൻ കാരണം. അവരുടെ കുറച്ച് ധാർഷ്ട്യം കൂടിപ്പോയി. അത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അത് മാറി ഇനി കുറച്ചുകൂടി നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ ഇനിയുള്ള വരുന്ന ഇലക്ഷനിലും അവർക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളത് കിട്ടും. അതാണ് നമ്മളെ ഒപ്പീനിയൻ, ജനറൽ ഒപ്പീനിയൻ. ജനത്തിൻ്റെ ഇടയിലും അത് തന്നെയാണ് അഭിപ്രായം. അവിടെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന ബേസിക്കലായിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻസിൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൽ വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ളത് ആദ്യം ചെയ്യണം. പിന്നെ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സോഷ്യൽ അവയർനെസ്സും പ്ലസ് ഹെൽത്ത് ഇഷ്യൂസ്, അതിന് ഒരു ഹെൽത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എഡ്യൂക്കേഷനും ഹെൽത്തിൻ്റെ ഇതാണ് മെയിനായിട്ടുള്ള ലുക്കൗട്ടുള്ളത്. പിന്നെ സോഷ്യൽ ഇതിനനുസരിച്ച് ഒരു മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നാൽ അത് അവർക്ക് കുറച്ച് ഗുണം ചെയ്യും. അവിടെ അജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പോഴത്തെ അവിടുത്തെ. അയാളുടെ പെരുമാറ്റവും ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതും അയാളുടെ പെർഫോമൻസും നല്ല രീതിക്ക് ഒരു അസസ്മെൻറ്റ് ജനങ്ങളുടെ ഇടയിൽ ഒപ്പീനിയനുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു വിജയത്തിൻ്റെ ഒരു അഡീഷണൽ പോയിൻ്റായിട്ട് പറയാൻ പറ്റും. കാരണം പുള്ളിയുടെ കാരണം ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് എല്ലാ വിഷയം അവിടെ ചെയ്തുകൊണ്ടിരുന്ന
അജിത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു കാരണം കൂടെ ഉണ്ട് അതിന്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാൻ നോക്കൂല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അവരും തെറ്റൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇപ്പം ഇവരൊക്കെ കാരണം ഇപ്പം അവരൊക്കെ എന്താ മാറ്റം ഇത് വേണമെന്ന് ആഗ്രഹിച്ചായിരിക്കും. ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതായിരിക്കുന്നതുകൊണ്ടായിരിക്കുന്നത്. അല്ല പ്രത്യേകിച്ച് ഞാൻ ഒന്നും കാണുന്നില്ല. ബി.ജെ.പിയുടെ നേട്ടമല്ല ഇത്, ശരിക്കും ജനങ്ങളുടെ കോട്ടമാണിത്. അങ്ങനെ നേട്ടം പൂജപ്പുര വാർഡിനെ പ്രതിനിധീകരിച്ച ഒരാളാണ് വി രാജേഷ്. ആ പൂജപ്പുര വാർഡിലെ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ 5 വർഷം തികഞ്ഞ പരാജയമായിരുന്നു വി രാജേഷ്. അപ്പോൾ ആ കണക്കിന് നോക്കുകയാണെങ്കിൽ അത് നേട്ടമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു 50 വാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അത് വിജയം തന്നെയാണ്. കേന്ദ്ര ഫണ്ടൊക്കെ വരുമെന്നുള്ള ധാരണയിലാണ് പാവങ്ങളെല്ലാം കൂടെ വോട്ട് കൊടുത്തത്. അത് വന്നില്ലെങ്കിൽ വന്ന് അത്രയേ ഉള്ളൂ. പിന്നെ നേട്ടമെന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതി നന്നായിട്ട് ചെയ്തതാണ്. തിരുവനന്തപുരം നഗരസഭ ആ റോഡുകളെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളിലും നഗരസഭ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു നഗരസഭയാണ് ഉണ്ടായിരുന്നത്. അതിൽ മേയർക്ക് ദാക്ഷ്യമാണ് മറ്റേതൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ വഴി ഒരുപാട് ഇത് തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് മേയറുമായിട്ട് അടുത്ത വാർഡിൽ ഉള്ള ആളെന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി ഉള്ള അനുഭവമൊന്നും എനിക്കറിയില്ല. എന്തായാലും സാധാരണക്കാരെന്നുള്ള നിലയിൽ ഒരു മാറ്റം വന്നത്, പക്ഷെ അത് നല്ലതിനാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ 60 വർഷമായി പൂജപ്പുര ഒരു പൊതുപ്രവർത്തകനാണ്. കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു. ഞാൻ മത്സരിക്കാനൊന്നും പോയിട്ടില്ല, ആരെയും ഒന്നും വാങ്ങിക്കാറുമില്ല. ഇങ്ങനെ നടക്കുന്നു. പിന്നെ ഈ മണ്ഡപം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. ഇതിനകത്ത് രാത്രികാലങ്ങളിൽ മദ്യപാനം ഉണ്ടാകുന്ന ഇപ്പോൾ നിർത്തി. അവിടെ കുറേ അലവലാദികൾ വന്നാൽക്കൊണ്ട് അവിടെ ഇരിക്കും. അതും ഞാൻ ഇന്നലെ രാജേഷിൻ്റെ പറഞ്ഞു ചാർജ് എടുത്തോട്ട് ഞാൻ ഇവിടെ എല്ലാം ചെയ്തു തരാമെന്ന്. ഈ പ്രദേശം എന്ന് വെച്ചാൽ കേരളത്തിനകത്ത് ഏറ്റവും വലിയ പ്രധാനമുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് കുറേ കൂടെ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ നടത്തുകയാണ് ആവശ്യം. ഇവിടെ വെള്ളം അടിച്ചുകൊണ്ട് തലവത്തനെ കിടക്കും ആളുകൾ ആ മണ്ഡപത്തിൽ. ഇത് കൽമണ്ഡപമാണ്, ബ്രഹ്മസ്ഥാനം കിട്ടിയ ചിലയാണ്. അത് കോട്ടടുത്തുള്ള 28 കൽത്തൂണുണ്ട്. റാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്ത് ചെയ്തതാണ്. ഇപ്പോൾ അവിടെ വെള്ളം അടിച്ച് തലവത്തനാണ് ആളുകൾ കിടക്കുന്നത്. പഞ്ചായത്ത് കൊണ്ടില്ല. ഇവിടെ രാത്രി കാലങ്ങളിൽ 10 മണിക്ക് ശേഷം ഇവിടെ ഉള്ളവരെല്ലാം വെളിയിൽ നിന്ന് കുറേ എണ്ണം വരും. എല്ലാവരും വെള്ളം അടിച്ച് തലവത്തനായി ഓരോ കെട്ട് ബാണക്കെട്ടുമായിട്ട് അവിടെ കയറി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത് നമ്മുടെ മേയർ ആദ്യം ചാർജ് എടുത്തോട്ടെന്ന് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കേരളത്തിനകത്തുള്ളതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് പൂജപ്പുര മണ്ഡപം. സരസ്വതി ക്ഷേത്രമാണ്. സരസ്വതി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ മാസവും കന്നിമാസത്തിൽ അവിടുന്ന് കുമാരകോലിൽ നിന്ന് കുമാരസ്വാമിയെ കൊണ്ട് ഈ പീഠത്തിൽ ഇരുത്തി പൂജ നടത്തി അന്നാണ് പൂജയെടുപ്പ് ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ നടത്താനായിട്ട് ഇവിടുത്തെ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും എല്ലാം കൂടെ സഹകരിച്ച് പൂജപ്പുരത്തെ ഈ സ്ഥാപനം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൽ എവിടെ പോയിരുന്നാലും പൂജപ്പുര മണ്ഡപം എന്ന് പറഞ്ഞാൽ അറിയും. അത് എന്നെക്കാളും കൂടുതലൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ ക്ഷേത്ര പരിസരവും രാത്രി കാലങ്ങളിൽ മദ്യപാനികളുടെ ഉള്ള ആവാസ കേന്ദ്രമാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കണം ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹികൾ. ഒരു ഭരണമാറ്റം നല്ലതാണ്. ഈ 5 വർഷം LDFിൻ്റെ ഭരണം കൊണ്ട് ഇവിടെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മാറ്റം ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം നല്ലൊരു കാര്യമാണ്. ഈ പുതിയ ഭരണസമിതി അതൊരു 5-6 മാസം കഴിഞ്ഞിട്ടേ അവരെ രീതികൾ അറിയാൻ പറ്റുള്ളൂ. ഈ നാട്ടിൻ്റെ വികസനവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒരു നല്ലൊരു കാര്യമാണ്. അത് എന്തായാലും താമസിക്കാതെ ജനത്തിന് അത് ബോധ്യമാകും. ഭരണവീഴ്ചയാണ്, മുൻ സർക്കാരിൻ്റെ ഭരണവീഴ്ചയാണ്. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, അല്ലാതെ സംസ്ഥാന ഭരണമാണെങ്കിൽ സംസ്ഥാന ഭരണം അവരുടെ വീഴ്ചയാണ്. ശബരിമല പ്രശ്നം, അല്ലാതെ ഉള്ള അഴിമതികൾ, ഈ സഹകരണ ബാങ്കിൻ്റെ വീഴ്ചകൾ, അതെല്ലാം ജനം മനസ്സിലാക്കി വെച്ചിരുന്നു. ഇലക്ഷൻ വരപ്പോഴല്ലേ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇത്രയും സംഭവിച്ചത്, ജനദ്രോഹം. സോ നമ്മുടെ ജനങ്ങളുടെ കുറേ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. നമുക്കൊന്നും വേണ്ട, ജനങ്ങൾ കൂടെ നിൽക്കുന്ന ഭരണം ഉണ്ടാവട്ടെ. താങ്ക് യു.